ഈ ബൈജൂസ് എന്ന കമ്പനി പൊട്ടിപ്പൊളിഞ്ഞപ്പോൾ ഒരുപാട് പേരാണ് അവർക്കെതിരെ രംഗത്ത് വന്നത്, അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്ത സ്ട്രാറ്റജിയെ കുറ്റം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്. അവർ അത്രയും വലിയ പ്രൊമോഷൻസ് നടത്താൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് അവർ കമ്പനിയെ എക്സ്പാൻഡ് ചെയ്യാൻ നോക്കി, അതൊന്നും പാടില്ലായിരുന്നു, അതൊക്കെ തെറ്റായി പോയി. ഇനി ആരും ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ആരും അതേപോലുള്ള സ്ട്രാറ്റജീസ് ഫോളോ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് യൂട്യൂബേഴ്സും ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സൊക്കെ രംഗത്ത് വന്നിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ബൈജൂസ് എന്ന കമ്പനി ഇനി എങ്ങാനും അങ്ങനെയൊക്കെ ചെയ്തിട്ട് വിജയിക്കുകയാണ് ചെയ്തിരുന്നെങ്കിലോ, ഈ പറയുന്ന ആളുകൾ തന്നെ ഈ പറയുന്ന സ്ട്രാറ്റജിയെ കംപ്ലീറ്റ് പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ലൈക്ക് ബൈജൂസിനെ നോക്ക്, അവർ അങ്ങനെ ചെയ്തുകൊണ്ട് വിജയിച്ചു, അല്ലെങ്കിൽ അവർ അന്ന് ആ റിസ്ക് എടുത്തത് കൊണ്ട് ഇന്ന് ഈ കാണുന്ന നിലയിലെത്തി. അതുകൊണ്ട് നിങ്ങളും അതേപോലെ റിസ്കുകൾ എടുക്കാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന ആളുകൾ തന്നെ ഇന്ന് അങ്ങനെ രംഗത്ത് വരുമായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എങ്ങനെ ചെയ്തു, എന്ത് ചെയ്തു എന്നുള്ളതല്ല. ആസ് ആൻ എൻഡ് റിസൾട്ട് നിങ്ങളുടെ കയ്യിൽ പണമുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നിങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. അതായത് നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ നിങ്ങൾ പുകഴ്ത്തപ്പെടും. ഇനി നിങ്ങളുടെ കയ്യിൽ പണമില്ല, നിങ്ങളൊരു തോൽവിയായി മാറുകയാണെന്നുണ്ടെങ്കിൽ താഴെ കിടക്കുന്ന ഒരു പുൽക്കൊടി വരെ നിങ്ങൾക്കെതിരെ ശബ്ദമുയർത്തും. ദാറ്റ് ഈസ് അവർ സൊസൈറ്റി. സോ മണി ഈസ് അൾട്ടിമേറ്റ്.